നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജീവനക്കാരുടെ ഡാറ്റ ചോർച്ചയിൽ രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്പാർക്കിന് അയച്ച കത്ത് പുറത്ത്. ജീവനക്കാരുടെ പേരും പ്രായവും ബൂത്തുമടക്കം കൈമാറണമെന്നാവശ്യം. ചോർന്നത് 1 കോടിയിലേറെ പേരുടെ വിവരമെന്ന സൂചന. PSC പ്രായപരിധി കൂട്ടിയതുൾപ്പെടെ സർക്കാരിന്റേത് ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളെന്ന് VD സതീശൻ. NCERT പാഠ്യപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ സ്വമേധ്യാ കേസെടുത്ത് സുപ്രീംകോടതി. ജുഡീഷ്യറി അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി. വിവാദ പരാമർശങ്ങൾ ഉള്ളത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠ്യപുസ്തകത്തിൽ. ഓർത്തഡോക്സ് NSS ആസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി രമേശ് ചെന്നിത്തല. കാത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. സഭയുടെ ആശങ്കകൾ പങ്കുവച്ചുവെന്ന് ചെന്നിത്തല. പെരുന്ന മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. NSSുമായി അകൽച്ചയില്ല എന്ന് ചെന്നിത്തല. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ വിയോജിപ്പ്. ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ ദിവസേന 100 കണക്കിന് രോഗികൾ കയറിയിറങ്ങുന്ന ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി കെട്ടിടം. അപകട ഭീഷണി ഉയർത്തി മുക്കം കമ്മ്യൂണിറ്റി സെന്റർ. നഗരസഭാ സെക്രട്ടറി പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയിട്ടും നടപടിയില്ല. വലിയങ്ങാടി കെട്ടിട അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആണവ യുദ്ധമായി മാറിയേനെ എന്ന ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടേനെ എന്നും US കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ ട്രംപ്. തീരുവകൾ കൊണ്ടുവന്നത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണെന്ന് വിശദീകരണം. US-മായി ആണവ ധാരണ കയ്യെത്തും ദൂരത്തെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ആലപ്പുഴ പള്ളിത്തോട്. മരണപ്പെട്ട അമ്മയെ ആരുമറിയാതെ മകൻ അടുക്കളയിൽ കുഴിച്ചിട്ടു. മരിച്ചത് പള്ളിത്തോട് സ്വദേശിനി രാധ. മകൻ ഗിരീഷ് കസ്റ്റഡിയിൽ. ദുരൂഹതയെന്ന നാട്ടുകാർ. വൈറ്റില റെയിൽവേ ട്രാക്കിൽ യുവതിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിയുടെ കുറ്റസമ്മതം. കൃത്യം നടത്തിയത് കുടുംബജീവിതം തകരുമെന്ന ഭയം കൊണ്ടെന്ന് മൊഴി. മൃതദേഹത്തിന്റെ തലയ്ക്കും മുഖത്തും അടിയേറ്റ പാടുകൾ. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ചോർത്തിയെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിലെ OSD സാംബശിവറാവു സ്പാർക്കിന് കത്തയച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച രേഖ പുറത്തുവിട്ട ചെന്നിത്തല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്നും ആരോപിച്ചു. സർക്കാർ ജീവനക്കാരുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചോർത്തിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ജീവനക്കാരുടെ പേര്, ഫോൺ നമ്പർ, ജോലി സംബന്ധമായ വിവരങ്ങൾ എന്നിവയടക്കം K-സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളിലാക്കി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവറാവു ആണ് സ്പാർക്കിന് കത്തയച്ചത്. ഈ വിവരങ്ങൾ PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് സംബന്ധിച്ച് കത്തയച്ചത്. ഈ മാസം 12-നകം വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. ഇത് നഗ്നമായ ഡേറ്റ പ്രൈവസിയുടെ ലംഘനമാണ്. ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഈ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അടിയന്തരമായി മുഖ്യമന്ത്രി അവസാനിപ്പിക്കാമെന്ന് ഇന്നലെ കോടതി വാക്കുകൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മുഖ്യമന്ത്രിയുടെ സന്ദേശങ്ങൾ എത്തിയെന്നും വ്യക്തിഗത വിവരങ്ങൾ നിയമവിരുദ്ധമായി ശേഖരിച്ചതിൽ കോടതി ഇടപെടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ നിയമവിരുദ്ധ നടപടിയെ ന്യായീകരിക്കുന്ന ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ മുൻ IT സെക്രട്ടറി ശിവശങ്കറിന്റെ പാതയിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇടത് സർക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 3 വർഷക്കാലം പൂഴ്ത്തിവെച്ച ശേഷമാണ് PSCയുടെ പ്രായം കൂട്ടിയെന്ന പ്രഖ്യാപനം നടത്തുന്നത്. പിൻവാതിൽ നിയമനങ്ങളിൽ റെക്കോർഡിട്ട സർക്കാരാണ് ഇപ്പോൾ PSC പ്രായപരിധി കൂട്ടിയതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ഡാറ്റ ആര് മോഷ്ടിച്ചാലും തെറ്റാണെന്നും VD പറഞ്ഞു. ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ചെയ്യാൻ മടിച്ച കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയാണ്. ആദ്യത്തേത് ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. 2024 ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ശമ്പള കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ ശുപാർശകൾ നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തും NSS ആസ്ഥാനത്തും സന്ദർശനം നടത്തി. ഓർത്തഡോക്സ് സഭയുമായും NSSുമായും വലിയ അടുപ്പമാണ് ഉള്ളതെന്നും സന്ദർശനങ്ങളിൽ രാഷ്ട്രീയമില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നതിനിടെയാണ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തും NSS ആസ്ഥാനത്തും സന്ദർശനം നടത്തിയത്. രാവിലെ 8:30യോടെയാണ് രമേശ് ചെന്നിത്തല കോട്ടയത്തെ ദേവലോകത്തെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തിയത്. സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബയുമായും സഭയിലെ വിവിധ ബിഷപ്പുമാരുമായും ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ഓർത്തഡോക്സ് സഭയുമായി വലിയ ബന്ധമാണുള്ളതെന്നും കോട്ടയത്തെത്തുമ്പോൾ ദേവലോകത്ത് സന്ദർശനം നടത്തുന്നത് സാധാരണമാണെന്നും ചെന്നിത്തല പറഞ്ഞു. 10:15ഓടെയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയത്. മനം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കണ്ട ശേഷമാണ് ചെന്നിത്തല മടങ്ങിയത്. ദേവലോകത്തും പെരുന്നയിലും സന്ദർശനം നടത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുതുയുഗയാത്ര വിജയകരമായി മുന്നേറുന്നു എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കോൺഗ്രസും NSSുമായി ഒരു പ്രശ്നവുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പുതുയുഗയാത്രയ്ക്ക് വൻപിച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ VD സതീശൻ നയിക്കുന്ന യാത്ര കേരളത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരത്തിന്റെ വേലിയേറ്റമാണ് ഈ ജാഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ചെന്നിത്തല സമുദായ നേതൃത്വങ്ങളെ കാണുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് VD സതീശൻ കോട്ടയത്ത് പറഞ്ഞു. അതേസമയം സതീശൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെയാണ് തിരുവല്ലയിൽ ചെന്നിത്തല ഡേറ്റ ചോർത്തൽ വിവാദത്തിലെ നിർണായക രേഖ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, കോട്ടയം. CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ തർക്കം മുറുകുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ജില്ലാ ഘടകത്തിൽ വിയോജിപ്പുയരുന്നു. വർക്കലയിൽ V. ജോയ് സ്ഥാനാർത്ഥിയാകില്ല എന്ന് സൂചന. ജില്ലാ സെക്രട്ടറി പദവിയിൽ തുടരും. തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കാൻ ധാരണയായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 10ഇടത്തും CPMന്റെ സീറ്റുകളാണ്. നെടുമങ്ങാടും ചിറയൻകീഴും CPIയുടെയും കോവളം ജനതാദളിന്റെയും തിരുവനന്തപുരം സെൻട്രൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും സീറ്റുകളാണ്. ഇതിൽ CPMന്റെ 10 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് ജില്ലാ ഘടകത്തിൽ പുരോഗമിക്കുന്നത്. 10ഇടത്തും സിറ്റിംഗ് MLAമാർ മത്സരിക്കണമെന്നാണ് സംസ്ഥാന ഘടകം ആവശ്യപ്പെടുന്നതെങ്കിലും ചില മണ്ഡലങ്ങളിൽ തർക്കങ്ങൾ ഉയരുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഭിന്നത രൂക്ഷമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രാദേശിക ഘടകത്തിൽ പലരും കടകംപള്ളിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദവും ഉയർത്തിയാണ് എതിർവിഭാഗം വാദിക്കുന്നത്. അതേസമയം കടകംപള്ളി മത്സരിച്ചാൽ മാത്രമേ കഴക്കൂട്ടം നിലനിർത്താനാകൂ എന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. വർക്കലയിൽ V. ജോയ് മത്സരിക്കുകയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി പദം ഒഴിയേണ്ടി വരും. പകരം നിർദ്ദേശിക്കുന്ന പേരുകളിലും തർക്കമുണ്ട്. അതിനാൽ V. ജോയ് ഇത്തവണ മത്സര രംഗത്ത് നിന്ന് മാറി ജില്ലാ സെക്രട്ടറി പദവിയിൽ തുടരാനാണ് സാധ്യത. ആറ്റിങ്ങലിൽ OS അംബിക മത്സരിക്കുന്നതിലും ജില്ലാ ഘടകത്തിൽ വിയോജിപ്പുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമാകും. അതിനാൽ ആന്റണി രാജു ഇത്തവണ മത്സരിക്കാത്തതിനാൽ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കാനാണ് സാധ്യത. പല പേരുകളും ഇതിനോടകം ഉയർന്നു വരികയാണ്. ഒപ്പം കോവളം മണ്ഡലം ജനതാദളിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യവും CPMൽ ശക്തമാണ്. കോവളം മണ്ഡലവും തിരുവനന്തപുരം സെൻട്രലും വച്ചുമാറണമെന്ന നിർദ്ദേശവും ചില കോണുകളിൽ ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ സ്വമേധ്യാ കേസെടുത്ത സുപ്രീം കോടതി. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം NCERT പുറത്തിറക്കിയ 8ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലാണ് നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതി എന്നൊരു ഭാഗം ഉൾപ്പെടുത്തിയത്. നീതിന്യായ വ്യവസ്ഥയുടെ വിവിധ തലങ്ങളിലെ അഴിമതി, ജഡ്ജിമാരുടെ കുറവ്, സങ്കീർണമായ നിയമ നടപടികൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ കാരണങ്ങളാൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ എന്നിവയെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി പുതിയ പാഠഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതികളിൽ 81,000 കേസുകളും ഹൈക്കോടതികളിൽ 62,40,000 കേസുകളും ജില്ലാ കോടതികളിലും കീഴ്ക്കോടതികളിലുമായി 4,07,00,000 കേസുകളും കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് പുസ്തകം പറയുന്നത്. നീതി വൈകിയെത്തുന്നത് നീതി നിഷേധമാണെന്ന പരാമർശവുമുണ്ട്. ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടം കോടതിക്കുള്ളിലെ പെരുമാറ്റങ്ങൾക്ക് മാത്രമല്ലെന്നും കോടതിക്ക് പുറത്തെ ഇടപെടലുകൾക്കും ബാധകമാണെന്നും പുസ്തകത്തിൽ പറയുന്നു. നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസം വളർത്താനും സുതാര്യത വർദ്ധിപ്പിക്കാനും സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് സ്ഥിരമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും അഴിമതികളിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും പുസ്തകത്തിൽ പറയുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതി കടുത്ത വിമർശനം ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ കട്ടളപ്പാളി കേസിലെ സ്വാഭാവിക ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, KS ബൈജുവിന്റെ കട്ടളപ്പാള കേസിലെ സ്വാഭാവിക ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാളെ ജാമ്യം ലഭിക്കും. നേരത്തെ ദ്വാരപാലക ശില്പ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 14 ദിവസം റിമാൻഡിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ലേ? ശ്രീജ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് അതിൻ്റെതായ കാലക്രമത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ സ്വാഭാവിക ജാമ്യം നേടി ഓരോ പ്രതികൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ കഴിയുന്നത്. സ്വാഭാവിക ജാമ്യം കോടതിക്ക് നിഷേധിക്കാൻ പറ്റില്ല, അതൊരു പൗരന്റെ അവകാശം എന്ന തരത്തിൽ സ്വാഭാവിക ജാമ്യം നേടിയാണ് ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നത്. ആ ഒരു പട്ടികയുടെ അവസാന കണ്ണിയാവുകയാണ് KS ബൈജുവും. KS ബൈജുവിന് കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്നു. ഇനി ദ്വാരപാലക ശില്പ കേസിലാണ് ഈ KS ബൈജുവിന്റെ 90 ദിവസം റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടുകൂടി സ്വാഭാവിക ജാമ്യ ഹർജിക്കായി പരിഗണിക്കുന്നത്. അത് നാളെ ഈ കേസിൽ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. അങ്ങനെയെങ്കിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ കൂടിയായ KS ബൈജു ഈ കേസിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഏതായാലും KS ബൈജുവിൻ്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും ഒപ്പം ഗോവർദ്ധൻ്റെയും റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെ ഇവരെ 14 ദിവസത്തേക്ക് കൂടി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ KS ബൈജുവിൻ്റെ കാര്യത്തിൽ അത് നാളെ പരിഗണിക്കുന്ന ജാമ്യ ഹർജി, സ്വാഭാവിക ജാമ്യ ഹർജി പരിഗണിച്ച് അതിൽ ജാമ്യം ലഭിക്കുമ്പോൾ KS ബൈജുവിന് റിമാൻഡ് 14 ദിവസത്തേക്ക് പൂർത്തിയാക്കേണ്ടി വരുന്നില്ല. KS ബൈജു ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക രേഖകൾ മറ്റും ഈ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ കേസിലേക്ക് വഴിതെളിച്ച ചില ഇടപെടലുകൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളൊക്കെ തന്നെ കേസിന്റെ ചില നിർണായക ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രോസിക്യൂഷൻ വാദമൊക്കെ ഇപ്പോൾ കോടതിയിൽ ശക്തമായി SIT ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഓരോ പ്രതികളും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്കിറങ്ങുമ്പോൾ കോടതിക്ക് ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവരുടെ ജാമ്യം നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പ്രോസിക്യൂഷന് ഈ കേസുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഇതുവരെയും നിരത്താനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇപ്പോൾ 6 പേർ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് 6 പേർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ പട്ടികയിലേക്ക് KS ബൈജു കൂടി എത്തുന്നു. നാളെ സ്വാഭാവിക ജാമ്യം ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച KS ബൈജുവും ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ശ്രീജ. ശരി സുധീഷ്, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ KS ബൈജു പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യം നാളെ അറിയാമെന്നാണ് സുധീഷ് കുമാർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് CPMന്റെ സിറ്റിംഗ് MLAമാർ എല്ലാവരും മത്സരിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം. ജില്ലാ സെക്രട്ടറി V. ജോയ് വർക്കലയിൽ വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽറ്റ് ചേരുകയാണ്. അൺഫിൽറ്റ് V. ജോയ്, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ കാര്യത്തിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തർക്കങ്ങളൊന്നും വേണ്ട, എല്ലാവരും മത്സരിക്കാനുള്ള ഒരു തീരുമാനം, ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? തീർച്ചയായും ശ്രീജ, അതായത് 10 പേരും സിറ്റിംഗ് MLAമാർ 10 പേരും മത്സരിക്കട്ടെ, 10 പേരല്ല 9 പേര് സിറ്റിംഗ് MLAമാർ അവർ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 10 ഇടത്താണ്, അത് കോവളം ഒഴികെ 10 ഇടത്താണ് CPMന്റെ സ്ഥാനാർത്ഥികളുള്ളത്. എല്ലാവരും മത്സരിക്കുന്നത്. തർക്കമുണ്ടായിരുന്നത് കാഴ്ക്കോട്ടത്ത് വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ ജനവിധി തേടുന്നത് ജില്ലാ കമ്മിറ്റിയിൽ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേർന്നപ്പോൾ ആ ഒരു വിഷയമോ തർക്ക വിഷയമോ ഒന്നും വന്നില്ല. ഈ സിറ്റിംഗ് MLAമാർ 10 ഇടത്തും ഇവർ മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിൽ V. ജോയ് വർക്കലയിൽ വീണ്ടും ജനവിധി തേടുമ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് മാറേണ്ടി വരുന്നൊരു സാഹചര്യം. അതുകൊണ്ട് V. ജോയ് അവിടെ മത്സരിക്കേണ്ട, പകരം വേറൊരാൾ മത്സരിച്ച് അദ്ദേഹം തന്നെ ജില്ലാ സെക്രട്ടറി പദവിയിൽ തുടരട്ടെ എന്നൊരു തീരുമാനമൊക്കെ ആയിരുന്നു ഉയർന്നത്. പക്ഷേ അപ്പോഴും ചില വിയോജിപ്പുള്ള എതിർസ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഏറ്റവും നിർണായകമായ യോഗമായിരുന്നു. ആ യോഗത്തിൽ എല്ലാവരും മുഴുവൻ പേരും മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലെത്തുന്നു. V. ജോയ് വർക്കലിൽ തന്നെ ജനവിധി തേടും. അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടറിയായി പുതിയൊരാളാകും വരിക. ആ പല പേരുകളുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം V. ജോയ് വർക്കലിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ജനവിധിയെ ബാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും മത്സരിക്കട്ടെ. അതുപോലെ ആറ്റിങ്ങിൽ OS അംബിക മത്സരിക്കുന്നതിൽ പോലും ജില്ലാ കമ്മിറ്റിയിൽ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേർന്നപ്പോൾ അത്തരത്തിലുള്ള എതിർസ്വരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസാരിച്ചു. അത് ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ, അത് ആന്റണി രാജ് മത്സരിക്കാത്തതുകൊണ്ട് അത് CPM തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനവും ധാരണയും എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോവളം മാത്രമാണ് ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF
LDF നിന്ന് നഷ്ടമായത് അവിടെ ജനതാദൾ ഘടകകക്ഷിക്ക് കൊടുത്തു എന്നൊരൊറ്റ കാരണത്താലാണ് ആ മണ്ഡലം പിടിക്കാനായില്ല എന്നൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കോവളവും ഏറ്റെടുക്കണമെന്നൊരു തീരുമാനമൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. ആ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് അറിയിക്കുക. ഈ രണ്ട് ഘടകകക്ഷികളിൽ നിന്നും സീറ്റ് എടുക്കുന്നത് അത് ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ ആ ഘടകകക്ഷികളുമായി സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ശ്രീജ. ശരി അൻഫിൽഡ്, എന്തായാലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് CPMന്റെ സിറ്റിംഗ് MLA മാർ എല്ലാവരും മത്സരിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാരുടെ സമരം 10ാം ദിനത്തിലേക്ക് കടക്കവേ ദുരിതത്തിലായി രോഗികൾ. നാളെ ആരോഗ്യമന്ത്രിയുമായി KGM-CTA വീണ്ടും ചർച്ച നടത്തും. അതേസമയം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി വിഷയത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ KGMOയെ നടത്തുന്ന പ്രതിഷേധത്തിൽ അയവ്. ആറ്റുകാൽ ഡ്യൂട്ടിയുമായി സഹകരിക്കുമെന്ന് സംഘടന അറിയിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖലയെ താറടിച്ചു കാണിക്കാൻ ശ്രമമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ചിലർ കരിങ്കൊടിയുമായി വരുന്നു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മുന്നേറ്റത്തിന് എതിരായാണോ കരിങ്കൊടി? എങ്കിൽ കരിങ്കൊടിയെ പൂമാലയായി സ്വീകരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അതിനാണെങ്കിൽ അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ വിഷനാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കല്ലിട്ടിട്ട് പോവല്ലോ നമ്മൾ ചെയ്യുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണു. വാട്ടിയിൽ ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് വീണത്. 30ഓളം വരുന്ന താമസക്കാരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ്. അപകടം തലയ്ക്കുമേലെ നിന്നിട്ടും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ദിവസേന 100 കണക്കിന് ആളുകൾ എത്തുന്ന ആശുപത്രിയാണ് അധികൃതരുടെ അനാസ്ഥയുടെ നേർചിത്രമായി നിൽക്കുന്നത്. ദിവസേന 100 കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയുടെ പഴയ OP ടിക്കറ്റ് കൗണ്ടർ കെട്ടിടവും ഓക്സിജൻ പ്ലാന്റിനോട് ചേർന്നുള്ള കെട്ടിടവുമാണ് പൂർണ്ണമായും അപകടാവസ്ഥയിലായത്. ഈ കെട്ടിടങ്ങളുടെ പല ഭാഗങ്ങളും ദ്രവിച്ച് താഴേക്ക് പതിച്ചു. അപകടം പതിയിരിക്കുന്ന കെട്ടിടങ്ങൾ അടിയന്തര പ്രാധാന്യം നൽകി പൊളിച്ചു നീക്കാതെ കെട്ടിടത്തിൽ റിബൺ കെട്ടി ബിൽഡിംഗ് ഉപയോഗശൂന്യമാണെന്ന സ്റ്റിക്കറും പതിച്ച് അധികൃതർ കൈകഴുകുകയാണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്കോ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കോ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം അടിയന്തരമായി പൊളിച്ചുമാറ്റാൻ ഉത്തരവിടാം. അപകടാവസ്ഥയിലുള്ള സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കാൻ മുഖ്യമന്ത്രിയും ദുരന്ത നിവാരണ അതോറിറ്റിയും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആശുപത്രി കെട്ടിടത്തിന്റെ കാര്യത്തിൽ അധികൃതർ നിസ്സംഗത തുടരുകയാണ്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റനില കെട്ടിടങ്ങൾ പ്രായോഗികമല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ആളുകളുടെ തലയിൽ ഓട് വീണ് ഇത് പൊളിച്ചു മാറ്റുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അപകടകരമായി നിൽക്കുന്ന ഇത് പൊളിച്ചു മാറ്റണം എന്നുള്ള ഇത് സർക്കാരിൻ്റെ നയമാണ്. അതങ്ങനെ പൊളിച്ചു മാറ്റാറുണ്ട്. പക്ഷേ ഇവിടെ ആ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളില്ല എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ പ്രത്യേകത. ആശുപത്രി പോലൊരു പൊതുയിടത്ത് ഇത്തരം അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ സീലിംഗ് അടക്കം പൊളിഞ്ഞു വീഴുന്ന കെട്ടിടം വലിയ ദുരന്തത്തിനും കാരണമായേക്കാം. അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് മുക്കത്ത് അൺഫിറ്റായതും 7 മാസം മുൻപ് നഗരസഭാ സെക്രട്ടറി പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയതുമായ കെട്ടിടം ഇപ്പോഴും പൊളിച്ചുമാറ്റാതെ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് നിൽക്കുന്ന കെട്ടിടമാണ് നോട്ടീസ് ലഭിച്ചിട്ടും പൊളിച്ചുമാറ്റാത്തത്. വലിയങ്ങാടിയിലെ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന സംഭവത്തിൽ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംഭവത്തിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ പരിശോധിച്ചോ, പരിശോധനയിൽ വീഴ്ച വന്നോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അത്തരം നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ആണവ യുദ്ധമായി മാറുമായിരുന്നു. പാക് പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടേനെയെന്നും US കോൺഗ്രസിന്റെ സംയുക്ത സഭയിലെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു. ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ സ്പോൺസറാണെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് തീരുവകൾ കൊണ്ടുവന്നത് എന്നായിരുന്നു വിശദീകരണം. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം വീണ്ടും ഉയർത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാക് യുദ്ധം ഉൾപ്പെടെ കഴിഞ്ഞ 1 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ അവസാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു ആണവ യുദ്ധമായി മാറിയേനെ.
പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കൊല്ലപ്പെടുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. US കോൺഗ്രസിന്റെ സംയുക്ത സഭയിലെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം. My first 10 months I ended 8 wars, including Cambodia, Pakistan and India. Would have been a nuclear war. 35 million people said the Prime Minister of Pakistan would have died if it were not for my involvement. ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ സ്പോൺസറാണെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. We are in negotiations with them. They want to make a deal, but we haven't heard those secret words. We will never have a nuclear weapon. My preference is to solve this problem through diplomacy. But one thing is certain, I will never allow the world's #1 sponsor of terror, which they are by far. അതേസമയം തന്റെ കഴിഞ്ഞ 12 മാസക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ട്രംപ് ഇത് അമേരിക്കയുടെ തിരിച്ചുവരവാണെന്ന് പറഞ്ഞു. അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് തീരുവകൾ കൊണ്ടുവന്നതെന്നും ട്രംപ് വിശദീകരിച്ചു. ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. The American government is to protect American citizens, not illegal aliens. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്കയുമായുള്ള ആണവ കരാർ കയ്യെത്തും ദൂരത്തെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക 3ാം വട്ട ആണവ ചർച്ചകൾ നാളെ ജനീവയിൽ നടക്കാനിരിക്കെയാണ് അറാഖ്ചിയുടെ പ്രഖ്യാപനം. പരസ്പര താൽപര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന ഒരു അഭൂതപൂർവമായ കരാറിനുള്ള ചരിത്രപരമായ അവസരമാണ് മുന്നിലുള്ളതെന്നും നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ പള്ളിത്തോട് മരിച്ച നിലയിൽ കണ്ട അമ്മയെ മകൻ ആരും അറിയാതെ അടുക്കളയിൽ കുഴിച്ചിട്ടു. മകൻ ഗിരീഷ് കസ്റ്റഡിയിൽ. പള്ളിത്തോട് സ്വദേശിനി രാധയെ ഇന്നലെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇതോടെ വീടിന്റെ അടുക്കളയിൽ കുഴിച്ചിടുകയായിരുന്നു. പലയിടത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ രാത്രി പോലീസ് സ്ഥലത്തെത്തി ഗിരീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുടുംബജീവിതം തകരും എന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി ഷാജി പോലീസിനോട് വെളിപ്പെടുത്തി. യുവതിയുമായി തർക്കമുണ്ടാവുകയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി. വൈറ്റില മേൽപ്പാലത്തിന് താഴെ റെയിൽവേ ട്രാക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ്. കൊല്ലപ്പെട്ട സുധാ ബേബിയെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്നതും തർക്കമുണ്ടായതും കൊലപാതകവും പ്രതി ഷാജി പോലീസിനോട് വിവരിച്ചു. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. കുടുംബജീവിതം തകരുമെന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് DCP പറഞ്ഞു. സുധയും ഷാജിയും സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോൾ തർക്കമുണ്ടാവുകയും പിന്നീട് യുവതിയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. യുവതിയുടെ തലക്കും മുഖത്തും ശക്തമായ അടിയേറ്റിട്ടുണ്ടെന്നും DCP അറിയിച്ചു. ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഒഴിവാക്കി. ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിനിട്ടും മൂക്കിനിട്ടും തലക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നുമില്ല, ഫിസ്റ്റ് തന്നെയാണ്. ഷർട്ടും ബാക്കി ബ്ലഡ് സ്റ്റെയിൻ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനും ബാക്കി വെഹിക്കിൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇതുവഴി കടന്നുപോയ അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ട്രെയിൻ സർവീസില്ലാത്ത ട്രാക്കിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. സമീപത്തായി ബലപ്രയോഗം നടന്നതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ് പ്രതിയായ ഷാജി. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിൽ ശശി തരൂർ MPയുടെ വിമർശനത്തിനെതിരെ P സന്തോഷ് കുമാർ MP തീരുമാനത്തെ മലയാളികൾ ആകെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശശി തരൂരിന് ഗംഭീരമായി ഇംഗ്ലീഷ് അറിയാമെങ്കിലും മലയാളത്തിൽ പരിചയക്കുറവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഓണ ആയാൽ എങ്ങനെയാണ് ഇരിക്കുക? അപ്പോൾ ഓണ എന്നുള്ളത് ഓണാക്കിയെന്ന് കണക്കാക്കിയാൽ മതി. ഇപ്പം അപ്പോൾ അങ്ങനെ ഒരു അഭംഗി നമ്മൾ പരിഹരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഓണം നിലാവ് ഇല്ലാണ്ടാവുന്നില്ല. ഓണം നിലാവ് എന്നല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഓണം നിലാവ് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ഓണം നമ്മൾ ആഘോഷിക്കുന്നു, ഓണം ഓണായി നിൽക്കുന്നു. ഓണം നിലാവ് എന്നുള്ള വാക്ക് മലയാളത്തിൽ വേറെ ഉണ്ട് താനും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.